ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവനൊരു കാര്യം നോട്ട് ചെയ്യുന്നത്. ഇന്നലെ വരെയും ഇടതുകാലിൽ മുടന്തുണ്ടായിരുന്ന ചേട്ടൻ ഇപ്പോൾ വലതുകാൽ മുടന്തിയാണ് നടക്കുന്നത്. കൺഫ്യൂസ് ആയവൻ ചേട്ടനെ വിളിച്ചു നിർത്തി കാര്യം ചോദിക്കുന്നു. കുറച്ചുനേരം ഫ്രീസായി നിന്ന ചേട്ടൻ ഞാൻ ഇപ്പോൾ തന്നെ ലേറ്റായി, നീ തമാശ പറയുന്നത് നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. നോക്കുമ്പോൾ ഇപ്പോൾ ചേട്ടൻ ഇടതുകാൽ മുടന്തിയാണ് നടക്കുന്നത്. അത് കണ്ടപ്പോൾ ഇതെല്ലാം തന്റെ തോന്നലാണെന്ന് അവൻ വിചാരിക്കുന്നു. ആക്ച്വലി കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ഇവനും ഫാമിലിയും ഈ വീട്ടിലേക്ക് താമസത്തിന് വന്നത്. ഒരു ദിവസം രാത്രി ചേട്ടൻ അവനെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അവനൊരു ഫോൺ കോൾ വരുന്നു. നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ചേട്ടൻ പോകുന്നു. ഇവനും പതിയെ റോഡിലൂടെ നടക്കുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ കുറച്ചുപേർ ചേട്ടനെ അടിച്ചിട്ട് ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നു. അവൻ പുറകെ ഓടുമെങ്കിലും അവരെ പിടിക്കാനായില്ല. പേടിച്ചു പോയവൻ വീട്ടിലേക്ക് ഓടി വന്ന് കാര്യം പറയുന്നു. ആ ഷോക്കിൽ അവന് ബോധം നഷ്ടമാവുകയും ചെയ്യുന്നു. എവിടെയൊക്കെ അന്വേഷിച്ചിട്ടും ചേട്ടനെ കണ്ടെത്താനായില്ല. ആ സംഭവത്തോടെ അവൻ ഡിപ്രഷനിലാവുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവനെ കാണാതായി 19 ദിവസങ്ങൾക്ക് ശേഷം അവൻ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. അതിനുശേഷമാണ് ഇവന് ചേട്ടന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതായി തോന്നുന്നത്. രാത്രി ചേട്ടൻ എവിടേക്കോ പോകുന്നത് അവൻ നോട്ട് ചെയ്യുന്നു. പക്ഷെ രാവിലെ അവൻ കണ്ണു തുറക്കുമ്പോൾ ചേട്ടൻ ബെഡിലുണ്ടാവും. അവസാനം അവൻ ചേട്ടനെ നിരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അതിനായി അവൻ ഉറങ്ങുന്നത് പോലെ ആക്ട് ചെയ്യുന്നു. ചേട്ടൻ അവന്റെ മുഖത്തിന് നേരെ ഒരു പെൻസിൽ കൊണ്ടുവരുന്നു. പക്ഷെ അവൻ ഒരു റിയാക്ഷനും ഇല്ലാതെ കിടക്കുന്നു. അവൻ നല്ല ഉറക്കമാണെന്ന് വിചാരിച്ച് ചേട്ടൻ പുറത്തേക്ക് പോകുന്നു. നോക്കുമ്പോൾ ചേട്ടൻ പുറത്തേക്ക് പോയതും ഇവൻ കണ്ണു തുറക്കുന്നു. ചേട്ടൻ ആരോ തന്നെ ഫോളോ ചെയ്യുന്നതായി സംശയം തോന്നുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. നോക്കുമ്പോൾ അവനിപ്പോൾ മുടന്തില്ലാതെയാണ് നടക്കുന്നത്. അവനൊരു ടാക്സിയിൽ കയറി പോകുന്നത് കണ്ട് ഇവൻ മറ്റൊരു ടാക്സിയിൽ അവനെ ഫോളോ ചെയ്യുന്നു. നോക്കുമ്പോൾ അവൻ ടാക്സിയിൽ നിന്നിറങ്ങി മാർക്കറ്റ് പോലെ ഒരു സ്ഥലത്തേക്ക് കയറി പോകുന്നു. ചേട്ടനെ ഫോളോ ചെയ്ത് വന്നവൻ ഷോക്കാവുന്നു. കാരണം അവൻ വിചാരിച്ചതുപോലെ തന്നെ ചേട്ടൻ ഒരു നോർമൽ മനുഷ്യനല്ല, അവനൊരു ഗാങ്സ്റ്റർ ആണ്.